പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലെ വിവാദ പത്രപരസ്യത്തിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന് ജില്ലാ ഭരണകൂടം. വിവരാവകാശ ചോദ്യത്തിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് മറുപടി നൽകിയത്. പരസ്യത്തിന് അനുമതി വാങ്ങിയെന്ന LDF വാദവും തെറ്റാണെന്ന് മറുപടി വ്യക്തമാക്കുന്നു. പരസ്യത്തിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും മറുപടിയിലുണ്ട്. സുപ്രഭാതം, സിറാജ് ദിനപത്രങ്ങളിൽ സരിൻ തരംഗം എന്ന പേരിൽ LDF നൽകിയ പരസ്യമാണ് വിവാദമായത്. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, അന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം മുമ്പ് ഇത്തരത്തിലുള്ളൊരു പരസ്യം നൽകിയത് ചട്ട ലംഘനമാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടി പരാതി നൽകാനൊക്കെ പോകുന്നു എന്ന് UDF നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അന്ന് MP രാജേഷ് പറഞ്ഞതും തെറ്റാണ് എന്നുകൂടി ഇപ്പോൾ ഈ വിവരാവകാശ രേഖയുടെ മറുപടി വ്യക്തമാക്കുകയാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം? സൈഫുദ്ദീൻ, ഈ മാസം 26-നാണ് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമം പ്രകാരമുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിനാണ് ലഭിച്ച മറുപടിയിലാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന് ആക്ഷേപമുയർന്ന സരിൻ തരംഗം എന്ന പേരിൽ LDF പ്രസിദ്ധീകരിച്ച പത്രപരസ്യത്തിന്മേൽ ഇപ്പോൾ അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും, ഈ മറുപടിയിൽ നിന്നും വിശദീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, നേരത്തെ മന്ത്രിമാർ അടക്കമുള്ളവർ ആവശ്യമായ അനുമതി വാങ്ങിയിട്ടുണ്ടാകും എന്ന നിലയിലായിരുന്നു ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു അനുമതിയും വാങ്ങിയിട്ടില്ലെന്നാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നൽകുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അനുമതിക്കൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരും ഒരു പരാതിയും ആ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇതോടെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ കൂടി വേണമെങ്കിൽ ഭാഗമാകാവുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു ഈ പത്രപരസ്യം എന്ന് പറയുന്നത്. അതിന്മേൽ കൂടുതൽ നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ.